ഹേ ഗേസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവർക്കും അറിയാൻ പറ്റും എഫ് എം റേഡിയോ എങ്ങനെയാണ് മൊബൈലിൽ യൂസ് ചെയ്യാം. അതിന് അടിപൊളിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ആ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. എഫ് എം റേഡിയോയിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഗേസ്, ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് ചാനലുകൾ ഇങ്ങനെ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ആകാശവാണി ഉണ്ട്, അതേപോലെ തന്നെ നമുക്കിപ്പോൾ സോങ് വേണമെങ്കിൽ അതേപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ന്യൂസ് അതേപോലെ തന്നെ അങ്ങനെയുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ആകാശവാണിയാണ്. ആകാശവാണിയിൽ കിട്ടുന്ന എല്ലാ ചാനലുകളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എഫ് എം റേഡിയോ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ ഇതിലൊരു ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചാനൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്ലേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മ്യൂസിക് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് ആണെങ്കിൽ എന്ത് ചാനലാണോ അത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.